ക്രിസ്തു നിലത്തെഴുതിയതൊന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒരാൾക്കൂട്ടം ഒരു സ്ത്രീയെ കല്ലെറിയാണ്. അവൾ പാപത്തിൽ പിടിക്കപ്പെട്ടു, കല്ലെറിഞ്ഞു കൊല്ലണം. ക്രിസ്തുവിന്റെ മുമ്പിലാണ് ചോദ്യം. മോശയുടെ നിയമം അനുസരിച്ച് ഇതാണ്, നീ എന്തു പറയും? ആ നിയമത്തിനെതിരെ പറഞ്ഞാൽ ഒരു കല്ല് ക്രിസ്തുവിനും നേരെയും എറിയാം. അവിടെയാണ് ക്രിസ്തു ഒന്നും മിണ്ടാതെ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ക്രിസ്തു നിലത്തെഴുതിയത് എന്നുള്ളതാണ്. പലരും പറയാറുണ്ട് അവിടെ കൂടി നിന്നവരുടെ പാപങ്ങളായിരിക്കാമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പാപിനിയായ സ്ത്രീയെ വെറുതെ സൗമനസ്യത്തോടെ സ്നേഹത്തോടെ മടക്കി അയക്കുന്ന ക്രിസ്തു എന്തിനാണ് മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് എഴുതി അവരെ വേദനിപ്പിക്കുന്നത്? അത് ക്രിസ്തു ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, അവൻ എഴുതിയത് കണ്ടല്ല, അവൻ പറഞ്ഞത് കേട്ടാണ് അവർ മടങ്ങിപ്പോയത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. അത് കേട്ടാണ് അവർ മടങ്ങിപ്പോയത്. അവൻ എഴുതിയത് കണ്ടല്ല, പക്ഷെ അവൻ നിലത്തെഴുതി. എന്തായിരിക്കാം നിലത്തെഴുതിയത്? എനിക്ക് തോന്നുന്നു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഹൃദയം വിങ്ങി വിതുമ്പി നിൽക്കുന്ന ആ പെൺകുട്ടി നോക്കുമ്പോൾ ക്രിസ്തു നിലത്തെഴുതിയിരിക്കുന്നത് ഒരുപക്ഷെ കരുണയെന്നായിരിക്കും. മറ്റല്ലാതെ എന്താണ് ഈ സ്ത്രീയെ മോചിപ്പിക്കാൻ ദൈവത്തിനുള്ളത്? ഒരു വരി ഇങ്ങനെ പറയാൻ തോന്നുന്നു, കരുണയെന്നെഴുതിയ നിലത്തു ഞാൻ നിൽക്കുന്നു, കടൽത്തിര മായ്ക്കാത്ത കരുണയിൽ നിൽക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെ മിഴിചായ്ച്ചു നോക്കിയ കരുണയെന്നല്ലാതെ മറ്റെന്ത് കാണുന്നു? നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന നിലത്തിൽ ക്രിസ്തു എഴുതിയിട്ടുണ്ട്. ആ സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും നിലത്ത് അവൻ നിൽക്കുന്നിടത്ത് ക്രിസ്തു വിരൽ കൊണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്, ആ നിലത്തെഴുതി നമ്മൾ വായിച്ചെടുക്കും. കരുണ എന്ന് ക്രിസ്തു എഴുതിയ നിലത്തുകൂടെ നമ്മൾ നടക്കും. ആ കരുണയെ തിരികെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും കരുണാർദ്രമാക്കാം.